അപ്പോൾ ഒരു 6 മാസങ്ങൾക്ക് മുൻപ് ആക്ടർ രൺവീർ സിംഗിനെ കുറിച്ച് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ അവസാനം എന്താണോ പറഞ്ഞത് അത് വെച്ച് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. ഇപ്പോഴാ ഇന്ന് ദുരന്തർ എന്ന അടുത്ത ചിത്രത്തിന്റെ ട്രെയിലർ യൂട്യൂബിൽ ഇറങ്ങിയിരിക്കുകയാണ്. തന്റെ മങ്ങിപ്പോയ പ്രതാപകാലം തിരിച്ചുപിടിക്കാനുള്ള എല്ലാ എലമെന്റും ആ ട്രെയിലറിൽ നമുക്ക് കാണാം. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ എസ് ഗ്രാൻഡ് റീ എൻട്രി. ഇനി അടുത്തത് ഫുൾ ഗ്ലോസി ആൻഡ് 100% കമേഴ്സ്യലൈസ്ഡ് ആയിട്ടുള്ള YRF സ്പൈ യൂണിവേഴ്സ് സിനിമകളെക്കാൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയ ഹീറോ വർഷിപ്പിംഗ് ഇല്ലാത്ത എന്നാൽ കമേഴ്സ്യൽ ആസ്പെക്റ്റിൽ കുറവുകളൊന്നും ഇല്ലാത്ത ബോളിവുഡിലെ ഒരേ നടന്റെ 2 സ്പൈ ത്രില്ലർ സിനിമകളെ കുറിച്ച് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നു, താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദുരന്തർ. ഈ സിനിമ ഇറങ്ങുന്നതിന് അടുപ്പിച്ച് ഇതിന്റെ ട്രെയിലറുകളും പാട്ടുകളും ക്യാരക്ടർ റിവ്യൂലും ഒക്കെ കൊണ്ട് മികച്ച ഹൈപ്പ് നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദി ബെൽറ്റിൽ ഇത് മിനിമം 50 കോടിയെങ്കിലും നേടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപത്തെ ആഴ്ചകളിൽ സംഭവിച്ച ഇതിലെ നായകൻ തന്നെ ഭാഗമായ ചില അൺനെസറി കോൺട്രവേഴ്സീസ് കാരണമാണെന്ന് തോന്നുന്നു. ഈ പടത്തിന്റെ പ്രീ ബുക്കിംഗും കുറവായിരുന്നു. ഫസ്റ്റ് ഡേ കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് 30 കോടിക്കും താഴെയായിരുന്നു. എന്നാൽ ഇപ്പൊ കളി മാറി. ഒരു സിനിമയ്ക്ക് രണ്ടാമത്തെ വെള്ളിയാഴ്ച കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി ഇത് മാറി. ഇനി സിനിമയിലേക്ക് വന്നാൽ 2000ന്റെ തുടക്കകാലത്ത് ഇന്ത്യയിൽ നടന്ന 2 ഭീകരാക്രമണങ്ങൾക്ക് മറുപടി എന്നോണം ഇന്ത്യയിലെ ഒരു സ്പൈ ഏജന്റിനെ പാകിസ്ഥാനിലേക്ക് അയക്കുന്നതും അവിടെ എങ്ങനെ തന്റെ ഓപ്പറേഷൻസുമായി നീങ്ങുന്നു എന്നുള്ളതുമാണ് സിനിമയുടെ കഥ. ആസ് ഐ സെഡ് ബിഫോർ, ഇതൊരു ഗ്ലോസി പരിപാടിയല്ല. ഒരുപക്ഷെ നായകനേക്കാൾ കില്ലർ ഇൻട്രോ കിട്ടിയ മറ്റു കഥാപാത്രങ്ങളെ നിങ്ങൾ ഈ സിനിമയിൽ കണ്ടേക്കാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ബോളിവുഡിലെ പേരുകേട്ട സ്പൈ യൂണിവേഴ്സിൽ നിന്നും ഈ പടം വ്യത്യസ്തമായിരിക്കുമെന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം സിനിമയുടെ ഡ്യൂറേഷൻ ആണ്. 3.5 മണിക്കൂറിന് അടുപ്പിച്ചാണ് ഈ സിനിമയുടെ ലെങ്ത്. ഇന്ന് പലർക്കും 2 മണിക്കൂർ സിനിമ തന്നെ തികച്ച് കാണാനുള്ള പേഷ്യൻസ് ഇല്ല. കാരണം നമ്മുടെ അറ്റൻഷൻ സ്പാൻ വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ അലിമോല റീലുകളിലൂടെ ഒരു ഫുൾ പ്രണയം, ബ്രേക്കപ്പ്, ഫ്രണ്ട്ഷിപ്പ്, ബിട്രയൽ സ്റ്റോറി വെറും 15 സെക്കൻഡുകൾ കൊണ്ട് കണ്ട് നമുക്കിപ്പോൾ എല്ലാം അങ്ങനെ കിട്ടണം, ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്ത് പോവാൻ പറ്റണം. സോ ആ ഒരു ചിന്താഗതിയുള്ളവർ ദയവ് ചെയ്ത് ഈ സിനിമയിൽ നിന്ന് മാറി നിൽക്കുക. പിന്നെ ഈ പടത്തിന്റെ ഹാഷ്ടാഗോട് കൂടി വരുന്ന റീലുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഇതിലെ നായകനെ ആയിരിക്കില്ല, മറ്റൊരു കഥാപാത്രത്തെ ആയിരിക്കും. ബട്ട് ട്രസ്റ്റ് മീ, അതൊക്കെ ഒരാൾ ഒരു ട്രെൻഡ് തുടങ്ങുന്നു, ബാക്കിയുള്ളവരൊക്കെ അത് ഏറ്റുപിടിക്കുന്നു എന്നൊരു ടൈപ്പാണ്. ബട്ട് നിങ്ങൾ ഈ സിനിമ കാണേണ്ടത് ഇതിലെ നായകന് വേണ്ടി തന്നെയാണ്. ആൻഡ് യെറ്റ് അഗൈൻ ഹി പ്രൂവ്ഡ് ഹി ക്യാൻ ബി ഷേപ്ഡ് ഇൻ ടു എനിത്തിങ് ആസ് ആൻ ആക്ടർ. രൺവീർ സിംഗ് ദ മാൻ. പിന്നെ കളി ഇവിടെ കൊണ്ടും തീർന്നിട്ടില്ല. ഇതിനൊരു സെക്കൻഡ് പാർട്ട് കൂടി വരുന്നുണ്ട്. അത് 2-3 വർഷം കഴിഞ്ഞിട്ടല്ല, ഒരു 2-3 മാസങ്ങൾക്കപ്പുറം ഈ മാർച്ചിൽ തന്നെ. അതിലാണ് രൺവീർ സിംഗിന്റെ യഥാർത്ഥ എക്സ്പ്ലോഷൻ വരാൻ പോകുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ കേരളത്തിലെ എല്ലാ ഭാഗത്തുള്ള എല്ലാ തിയേറ്ററിലും ഈ സിനിമ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ കോഴിക്കോട് ജില്ലയിലെ നാദാപുരം ഭാഗത്തുള്ള ആളുകൾക്കും കണ്ണൂർ ജില്ലയുടെ സൗത്ത് സൈഡിലുള്ള ആളുകൾക്കും നാദാപുരത്തിനടുത്തുള്ള കല്ലാച്ചി ഡ്രീം സിനിമാസിൽ ഈ സിനിമ കളിക്കുന്നുണ്ട്.